അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നുണ്ടെന്ന വാദങ്ങൾ പൂർണ്ണമായും തള്ളി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേലും അമേരിക്കയും പരമാധികാരമുള്ള രണ്ട് സ്വതന്ത്ര രാജ്യങ്ങളാണെന്നും സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും താൽപര്യങ്ങൾക്കുമാണ് തങ്ങൾ ഇരുവരും മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജെറുസലേമിൽ നടന്ന GNS ഇന്റർനാഷണൽ പോളിസി ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇസ്രായേൽ പറയുന്നതൊക്കെയാണ് ട്രംപ് ചെയ്യുന്നതെന്ന് അമേരിക്കയിൽ ചിലർ പറയുന്നു. ട്രംപ് ആവശ്യപ്പെടുന്നതൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് ഇസ്രായേലിലും ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇത് രണ്ടും വാസ്തവവിരുദ്ധമാണ്. ഞങ്ങൾ അഭിമാനബോധമുള്ള രണ്ട് സ്വതന്ത്ര രാജ്യങ്ങളുടെ നേതാക്കളാണ്. പല വിഷയങ്ങളിലും ഞങ്ങൾ ഒരേ നിലപാട് സ്വീകരിക്കാറുണ്ട്, ചിലപ്പോൾ വിയോജിക്കാറുമുണ്ട്. എന്നാൽ പരസ്പര പരമാധികാരത്തെയും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയെയും ഞങ്ങൾ എപ്പോഴും മാനിക്കുന്നുവെന്ന് നെതന്യാഹു വ്യക്തമാക്കി. ഇറാനുമായുള്ള US-ന്റെ നയതന്ത്ര നീക്കങ്ങളിൽ ഇസ്രായേലിനെ അതൃപ്തിയുണ്ടെന്ന വാർത്തകൾ പുറത്തുവരുന്നിടെയാണ് ട്രംപിന്റെ ഇസ്രായേൽ ഞാൻ പറയുന്നത് കേൾക്കുമെന്ന മുൻ പ്രസ്താവനയ്ക്ക് നെതന്യാഹു മറുപടി നൽകിയത്. അന്താരാഷ്ട്ര തലത്തിൽ എന്ത് രാഷ്ട്രീയ മാറ്റങ്ങളുണ്ടായാലും ഇറാന്റെ ആണവായുധ മോഹങ്ങളെ ചെറുക്കുമെന്ന നിലപാടിൽ ഇസ്രായേൽ ഉറച്ചു നിൽക്കുമെന്ന് നെതന്യാഹു ആവർത്തിച്ചു. ഞാൻ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം ഇറാൻ ഒരു ആണവായുധം പോലും സ്വന്തമാക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇത് എന്റെ ഉറപ്പാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇസ്രായേൽ നടത്തിയ ശക്തമായ സൈനിക നടപടികൾ വഴി ഇറാന്റെ ആണവ സൈനിക ശേഷിക്ക് വൻ നാശനഷ്ടങ്ങൾ വരുത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നും രാജ്യത്തിന് നേരെയുണ്ടായിരുന്ന ഭീഷണി ഒഴിഞ്ഞതായും അദ്ദേഹം അവകാശപ്പെട്ടു. ഇറാന്റെ ഔദ്യോഗിക ഭരണകൂടവും അവിടുത്തെ ജനങ്ങളും തമ്മിലുള്ള അകലം വർദ്ധിച്ചു വരികയാണെന്നും ഇത് അവിടുത്തെ ഭരണകൂടത്തിന്റെ തകർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്നും നെതന്യാഹു അഭിപ്രായപ്പെട്ടു.